ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. അപ്പോസ്തല പ്രവൃത്തി വായിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകുന്ന ഒരു സെഗ്മെന്റിലാണ് നമ്മൾ ഇന്നായിരിക്കുന്നത്. നമുക്കറിയാം, പത്രോസിന്റെ ഏറ്റവും മനോഹരമായ ഒരു പ്രസംഗം, ആദ്യത്തെ ക്രൈസ്തവ സമൂഹത്തിലേക്ക് കടന്നു വന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രസംഗത്തിന്റെ നടുവിലാണ് നമ്മൾ ഇന്നലെ അവസാനിപ്പിച്ചത്. അപ്പോസ്തല പ്രവൃത്തി അതിൻ്റെ 2-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വാക്യങ്ങളാണ് ഇന്ന് നമ്മൾ വായിച്ച് ചിന്തയിലൂടെ കടന്നു പോകുന്നത്. ഇസ്രായേലിലെ ഈ വചനങ്ങൾ കേൾക്കുവിൻ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുപോലെ ദൈവം അവൻ വഴി നിങ്ങളുടെ ഇടയിൽ താൻ പ്രവർത്തിച്ച വൻ കാര്യങ്ങളും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് നസ്രായനായ യേശുവിനെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി. അതായത് പത്രോസിൻ്റെ മുൻപിൽ അവഹേളനവുമായി വന്ന ഒരു വലിയ സമൂഹം, ഇതാ ഇവർ മദ്യപിച്ച് മതോന്മത്തരായി നിൽക്കുന്നു എന്ന് പറഞ്ഞ് ക്രിസ്തുവിനെ സ്വീകരിക്കാതിരുന്ന ഒരു ജനത, അതിനുശേഷം അവൻ മരിച്ച് ഉദ്ധാനം ചെയ്ത് ആ അത്ഭുതങ്ങൾക്ക് 40 ദിവസത്തിന് ശേഷം, പിന്നീടും 10 ദിവസം കാത്തിരിപ്പിന് ശേഷം പരിശുദ്ധാത്മാവിൻ്റെ ആഗമനത്തോടുകൂടെ ശക്തമായി ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന 120ഓളം വരുന്ന ദൈവസമൂഹത്തെ, കർത്താവിൻ്റെ മക്കളെ കളിയാക്കിയവരോട് പത്രോസ് നടത്തുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രസംഗത്തിലാണ് പത്രോസ് ഈ വാക്ക് പറയുന്നത്. ഇസ്രായേലിലെ ഈ വചനങ്ങൾ കേൾക്കുവിൻ, നിങ്ങൾക്ക് തന്നെ അറിയാവുന്നതുപോലെ ദൈവം അവൻ വഴി നിങ്ങളുടെ ഇടയിൽ പ്രവർത്തിച്ച അത്ഭുതങ്ങളും വൻ കാര്യങ്ങളും അടയാളങ്ങളും കൊണ്ട് നസ്രായനായ യേശുവിനെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി. ഇവിടെ പത്രോസ് വ്യക്തമായിട്ട് പറയുകയാണ്, നിങ്ങളുടെ മുൻപിൽ കർത്താവായ യേശു ക്രിസ്തു അത്ഭുതങ്ങൾ പ്രവർത്തിച്ചു, അടയാളങ്ങൾ പ്രവർത്തിച്ചു, വൻ കാര്യങ്ങൾ അവൻ ചെയ്തു. അവനാണ് ക്രിസ്തു, അവനാണ് മിശിഹ എന്ന് ദൈവം നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തി, നിങ്ങൾക്ക് വേണ്ടി സാക്ഷ്യപ്പെടുത്തി. നിങ്ങൾക്കത് അറിയാവുന്ന വിഷയമാണ് എന്നാണ് പത്രോസ് എടുത്ത് പറയുന്നത്. സ്വാഭാവികമായിട്ടും നമുക്കറിയാം, നമ്മളുടെ നാട്ടിൽ ഒരു പ്രമാദമായ ഒരു കാര്യം നടക്കുന്നു, ഒരു കൊലപാതകമോ ഒരു മരണമോ അല്ലെങ്കിൽ ഒരു തൂക്കിക്കൊലയോ എന്തെങ്കിലുമൊക്കെ നടന്നു കഴിഞ്ഞാൽ അതിനെക്കുറിച്ച് അന്ന് ചുറ്റുമുള്ളവർ പ്രധാനമായി അറിയുന്നൊരു വിഷയം. ഒരു 10-20 വർഷം കഴിഞ്ഞിട്ട് അതിനെക്കുറിച്ച് പുതിയ തലമുറയോട് പറയുകയാണെങ്കിൽ അവർക്കതറിയില്ല, അവർ വെറുതെ കേട്ടുകൊണ്ടിരിക്കും. പക്ഷേ നടന്ന് ഏകദേശം 1 മാസം കഴിഞ്ഞ് അല്ലെങ്കിൽ 2 മാസം ആയില്ല, 50 ദിവസമേ ആയിട്ടുള്ളൂ. യേശുക്രിസ്തുവിൻ്റെ മരണം ഉദ്ധാനം കഴിഞ്ഞ് 50 ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. എന്ന് വെച്ചാൽ 2 മാസം പോലും തികയാത്തപ്പോഴാണ് ഇതാ പത്രോസ് പ്രസംഗം പറയുന്നത്, നിങ്ങൾ കേൾക്കുവിൻ, നിങ്ങളുടെ മുൻപിൽ ദൈവം സാക്ഷ്യപ്പെടുത്തി ഇവനാണ് മിശിഹ, യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്തു, അടയാളങ്ങൾ ചെയ്തു. ഇതിവിടെ വ്യക്തമാക്കുന്നൊരു കാര്യമുണ്ട്. അവിടെ ഉണ്ടായിരുന്ന കേൾവിക്കാർ ആരായിരുന്നു എന്നൊരു സൂചനയാണ് വ്യക്തമായി ലൂക്കാ സുവിശേഷകൻ അദ്ദേഹത്തിൻ്റെ ഈ അപ്പസ്തോലന്മാരുടെ പ്രവൃത്തിയിൽ നമുക്ക് തരുന്നത്. ഈ അവിടെ ഉണ്ടായിരുന്ന പത്രോസിൻ്റെ കേൾവിക്കാരിൽ മിക്കവരും യേശുവിൻ്റെ അത്ഭുതം കണ്ടവരാണ്. യേശുവിൽ നിന്നും സൗഖ്യം സ്വീകരിച്ചവരും അനുഗ്രഹം സ്വീകരിച്ചവരും അവർക്ക് വേണ്ട കാര്യങ്ങളെല്ലാം സ്വീകരിച്ചു. എന്നാൽ ഒരവസരം വന്നപ്പോൾ യേശുവിനെ തള്ളിക്കളഞ്ഞവരുമാണ് എന്നുള്ളതാണ് ലൂക്ക നമ്മുടെ മുൻപിൽ വരച്ച് കാണിക്കുന്നത് പത്രോസിൻ്റെ ആ പ്രസംഗത്തിൻ്റെ പ്രധാനപ്പെട്ട വാക്യം. കാരണം ഒരിക്കൽ അവർ ക്രിസ്തുവിൻ്റെ മുൻപിൽ വന്നു, അത്ഭുതങ്ങൾക്ക് വേണ്ടി അപ്പം വർദ്ധിപ്പിച്ചപ്പോൾ, കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തിയപ്പോൾ, അല്ലെങ്കിൽ ലാസറിനെ ഉയർപ്പിച്ചപ്പോൾ, ഇങ്ങനെയുള്ള അത്ഭുതങ്ങളുടെ മുൻപിൽ അവർ കർത്താവിനെ വാഴ്ത്തി, ഇവനായിരിക്കുമോ മിശിഹ എന്നൊക്കെ അനേകം പേര് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം പറഞ്ഞു. അധികാരികൾ അവനെ മനസ്സിലാക്കിയോ, ഇങ്ങനെ പല രീതിയിൽ അവർ പറഞ്ഞു. പക്ഷേ അവൻ്റെ മരണത്തിലോ അവൻ്റെ ഉദ്ധാനത്തിലോ പിന്നീടുള്ള കാര്യത്തിലോ ഒന്നും വിശ്വസിക്കാതെ മാറിപ്പോയി കളിയാക്കിയവരും അല്ലെങ്കിൽ എതിർത്തവരുടെ മുൻപിലാണ് പത്രോസ് ഈ പ്രസംഗം നടത്തുമ്പോൾ വളരെ വേദനാജനകമായ ഒരു അവസ്ഥയാണ് ഇവിടെ നിൽക്കുന്നത്. കാരണം ഇന്ന് ക്രിസ്തീയ സമൂഹം പലരും ആയിരിക്കുന്നത് പോലെ പേരിന് ക്രിസ്ത്യാനി ആയിരിക്കുന്നു, അത്ഭുതങ്ങൾക്ക് വേണ്ടി അടയാളങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിലെ നശിച്ചു പോകുന്ന ഏതെങ്കിലും മേഖലകൾക്ക് വേണ്ടി, ഏതെങ്കിലും ആവശ്യത്തിന് വേണ്ടി, അവരവരുടെ സന്തോഷത്തിനും സുഖത്തിനും സമ്പത്തിനും ജോലിക്കും ദാമ്പത്യം ഇങ്ങനെയുള്ള ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിൽ ആശ്രയിച്ചവരാണ് ഒരു പരിധിവരെ ഈ ജനത. ഇവരെക്കുറിച്ച് പൗലോസ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ, കൊരിന്തി ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഈ ജീവിതത്തിന് വേണ്ടി മാത്രം ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവരാണെങ്കിൽ നിങ്ങൾ മറ്റെല്ലാവരെക്കാളും ഭോഷന്മാരാണ്. കാരണം ഒരുവൻ ക്രിസ്തുവിൽ ആശ്രയിക്കേണ്ടത്, പലരും ചോദിക്കുന്നുണ്ട്, നീ ക്രിസ്തുവിൽ ആശ്രയിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? നീ ക്രിസ്തീയ വിശ്വാസം സ്വീകരിച്ചിട്ട് നിനക്ക് എന്ത് കിട്ടി? എന്നോട് പലരും ചോദിച്ചിട്ടുള്ള കാര്യമാണ്. നിനക്ക് നൂലെ കെട്ടി ഇറക്കി തന്നോ? നീ സമ്പന്നനായോ? നീ സമ്പത്തുണ്ടാക്കിയോ? ഇങ്ങനെ പലവിധ കാര്യങ്ങൾ, ഒരുപാട് ചോദ്യങ്ങൾ ഞാൻ നേരിട്ടിട്ടുള്ളതാണ്. പക്ഷേ എനിക്കെല്ലാവരോടും പറയാൻ ഒറ്റ ഉത്തരമേ ഉള്ളൂ, ഭൗതികമായ ഈ ലോകത്തിൻ്റെ നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടല്ല ഞാൻ ക്രിസ്തുവിനെ സ്വീകരിച്ചത്. പകരം നിത്യജീവൻ എന്ന ഏറ്റവും അമൂല്യമായ, അതായത് ഒരിക്കലും മൂല്യം നിർണ്ണയിക്കാൻ സാധിക്കാത്ത നിത്യജീവന് വേണ്ടിയിട്ടാണ് ഞാൻ ക്രിസ്തുവിനെ ആശ്രയിച്ചത്. അപ്പോൾ അങ്ങനെ ക്രിസ്തുവിനെ ആശ്രയിക്കാതെ ഭൗതികമായ നന്മകൾക്ക് വേണ്ടി മാത്രം, അതായത്
അനുദിന ആവശ്യങ്ങൾക്ക് വേണ്ടി ഈ ഭൂമിയിൽ നശിക്കുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവരാണ് ഇന്ന് പലരും. അങ്ങനെയുള്ളവരോട് പൗലോസ് അപ്പോസ്തലൻ പറയുന്നത്, നിങ്ങൾ ഭോഷന്മാരാണ്. അല്ലയോ ക്രിസ്ത്യാനികളെ, ക്രിസ്തീയ നാമധാരികളെ, നിങ്ങൾ ഭോഷന്മാരാണ് എന്നാണ് പൗലോസ് തൻ്റെ ലേഖനത്തിൽ വ്യക്തമായിട്ട് ഓർത്തിരിക്കുന്നത്. കാരണം അവരെല്ലാം ഈ ജീവിതത്തിന് വേണ്ടി ക്രിസ്തുവിനെ ആശ്രയിക്കുന്നവരാണ്. ഇവിടെ അപ്പോസ്തലനായ പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ പറയുന്നത്, ഞങ്ങൾ അങ്ങനെയല്ല, ഞങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കുന്നു. അങ്ങനെ ആശ്രയിച്ചപ്പോൾ പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം ഞങ്ങളുടെ മേൽ വന്നു. അങ്ങനെ ആ വാഗ്ദത്തം വന്നതുകൊണ്ട് ഞങ്ങൾ അത്ഭുതങ്ങളുടെ മാത്രം പിന്നാലെ പോയില്ല. പത്രോസ് വ്യക്തമായിട്ട് പത്രോസിൻ്റെ മുൻപിൽ നടന്ന ആദ്യത്തെ അത്ഭുതം, ഏറ്റവും പ്രമാദമായ, അവനെ അത്ഭുതപ്പെടുത്തുന്ന കാര്യത്തിൽ പത്രോസ് വിളിച്ചു പറഞ്ഞ കാര്യം, അതായത് ആ ജലാശയത്തിൽ വെച്ച് അവൻ്റെ വഞ്ചിയിൽ, അവൻ്റെ വള്ളത്തിൽ അനേക മത്സ്യങ്ങളെ കയറ്റി കഴിഞ്ഞപ്പം പത്രോസ് പറയുന്നത്, അയ്യോ കർത്താവേ, ഞാൻ പാപിയാ, എന്നിൽ നിന്നും വിട്ടകന്ന് പോകണമേ, ഞാൻ പാപിയാ എന്ന് പറഞ്ഞിട്ടാണ് പത്രോസ് വെള്ളത്തിലേക്ക് എടുത്ത് ചാടുന്നത് നമ്മൾ വചനത്തിൽ കാണുന്നത്. കാരണം അത്ഭുതങ്ങളുടെ പിന്നാലെ പോയൊരു പത്രോസ് അല്ല, അടയാളങ്ങളെ കണ്ടിട്ട് അതിന് മാത്രം ആശ്രയിച്ചൊരു പത്രോസിനെയല്ല നമ്മൾ കാണുന്നത്. പകരം മിശിഹ, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു ആണ് എന്ന് പറയുവാൻ ശക്തനായ ഒരാളെയാണ് പത്രോസിൽ നമുക്ക് കാണാൻ സാധിക്കുക. ആ പത്രോസിൻ്റെ പ്രസംഗമാണ് ഏറ്റവും വ്യക്തമായിട്ട്, ഇസ്രായേൽ ജനമേ, നിങ്ങൾ തള്ളിക്കളഞ്ഞത്, നിങ്ങളുടെ മുൻപിൽ ദൈവം സാക്ഷ്യപ്പെടുത്തി, ഇവനാണ് മിശിഹ, അവൻ നിങ്ങളുടെ മുൻപിൽ സാക്ഷ്യപ്പെടുത്തി, യേശുവിനെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു എന്നാണ് പത്രോസിൻ്റെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്. 23-ാം വാക്യം, ദൈവത്തിൻ്റെ സുനിശ്ചിതമാക്കപ്പെട്ട പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ട അവനെ നിങ്ങളുടെ നിയമരഹിതരുടെ കൈകളിൽ ക്രൂശിൽ തറച്ചു കൊന്നു. ഈ വാക്കുകൾ നിങ്ങൾ വായിക്കുമ്പോൾ ഞാൻ POC ബൈബിൾ അല്ല വായിക്കുന്നതെന്ന് വിചാരിക്കരുത്, POC തന്നെയാണ്, പക്ഷെ പരിഷ്കരിച്ച പതിപ്പാണ്. പഴയ പതിപ്പിൽ ഇത്രയും വ്യക്തതയില്ല, പല കാര്യങ്ങളിലും കുറച്ചും വ്യത്യാസം പരിഷ്കരിച്ച പതിപ്പിലുണ്ട്. എന്നാൽ ചിലത് ഇപ്പോഴും പഴയ പോലെ തന്നെ കിടക്കുന്ന കാര്യങ്ങളുമുണ്ട്. എന്നുമാകട്ടെ, ഇവിടെ പറയുന്നത്, ദൈവം മുൻകൂട്ടി നിശ്ചയിച്ചു, നിങ്ങളുടെ കരങ്ങളിൽ ഏൽപ്പിക്കൂ, നിങ്ങൾ അവനെ ക്രൂശിച്ചു, കൊന്നു, കുരിശിൽ തറച്ചു. അപ്പോൾ കുരിശിൽ തറച്ചവരുടെ അടുത്താണ് പറയുന്നത്, നിങ്ങൾ ക്രൂശിൽ തറച്ചു. എന്തുകൊണ്ടാണ് അവരുടെ നേരെ നോക്കിയിട്ട് ക്രൂശിൽ തറച്ചു എന്ന് പറയുന്നത്? റോമൻ പടയാളികളാണ് ക്രൂശിൽ തറച്ചത്, റോമൻ അധികാരമാണ് ക്രൂശിൽ തറച്ചത്. പക്ഷേ പുരോഹിതർ പ്രേരിപ്പിച്ചപ്പോൾ അവനെ ക്രൂശിക്കുക എന്ന് ആർത്തു വിളിച്ചൊരു ജനതയുണ്ട്. ബറാബാസിനെ ഞങ്ങൾക്ക് വിട്ടുതരിക എന്ന് പറഞ്ഞ ഒരു ജനതയുണ്ട്. അവരോടാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ ചെയ്തത് സർവനാശത്തിനുള്ള പ്രവൃത്തിയാണ്, നിങ്ങൾ തള്ളിക്കളഞ്ഞത് ജീവൻ്റെ കർത്താവിനെയാണ്, നിങ്ങൾക്ക് നിങ്ങളുടെ ഭൗതിക ആവശ്യത്തിന് വേണ്ടി മാത്രം ആശ്രയിക്കാനുള്ളതല്ല ആ കർത്താവ് എന്ന് പത്രോസ് ഇവിടെ തൻ്റെ പ്രബോധനത്തിൽ, തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കുകയാണ്. 24-ാം വാക്യത്തിൽ പറയുക, എന്നാൽ ദൈവം അവനെ മരണത്തിൻ്റെ യാതനകളിൽ നിന്നും വിമുക്തനാക്കി ഉയർപ്പിച്ചു, കാരണം അവൻ അതിൻ്റെ പിടിയിലായിരിക്കുക അസാധ്യമായിരുന്നു. ക്രിസ്തുവിനെ മരണത്തിൽ കൊണ്ടുവന്ന് നിർത്തുക അസാധ്യമായിരുന്നു. ഒരു തരത്തിലും അവനെ മരണത്തിൽ നിർത്തുക സാധിക്കുന്നൊരു കാര്യമായിരുന്നില്ല. നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട വിഷയമുണ്ട്. ഒരുവൻ പാപിയാണെങ്കിൽ, പഴയ നിയമത്തെ സംബന്ധിച്ചിടത്തോളം, അതായത് യേശു ക്രിസ്തുവിന് മുൻപ് അവൻ പാപിയാണെങ്കിൽ പൂർണ്ണമായിട്ട് അവൻ ബന്ധനത്തിൽ തന്നെയാണ്. ഇനിയല്ല, അവൻ വിശുദ്ധനാണെങ്കിലും, അവൻ വിശുദ്ധ ജീവിതം നയിക്കുന്നവനാണെങ്കിലും, എന്തൊക്കെ തന്നെയാണെങ്കിലും അവന് ദൈവരാജ്യത്തിലേക്ക് എത്തുക വളരെ അപ്രാപ്യമായിരുന്നു. അബ്രാഹാമിൻ്റെ മടിത്തട്ട് മാത്രമാണ് നമുക്കവിടെ പറയുന്ന ഒരു സ്ഥലം. അതിനപ്പുറത്തോട്ട് എല്ലാവരും, അതായത് ദൈവവചനം പറയുകയാണ്, റോമാലേഖനം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്നൊരു കാര്യമുണ്ട്, സകലരും പാപം ചെയ്തു ദൈവമഹത്വത്തിന് എതിരായി മാറി. കാരണം നിയമത്തെ സംബന്ധിച്ചിടത്തോളം നിയമം പൂർണ്ണമായി അംഗീകരിക്കുക, പൂർണ്ണമായി അനുസരിക്കുക വളരെ വലിയ പ്രശ്നമായിരുന്നു. ദൈവവചനത്തിൽ പറയുക, നീ നിയമത്തിലെ ഏതെങ്കിലും ഒന്ന് അനുസരിക്കാതിരിക്കുമ്പോൾ, ലംഘിക്കുമ്പോൾ, നിയമം മൊത്തം ലംഘിക്കുക. അപ്പം ഇത് അവസരമായി പിശാച് കണ്ടെത്തി, പാപം അല്ലെങ്കിൽ നിയമം ഒരു അവസരമായി കണ്ടെത്തി സകലരെയും ബന്ധനത്തിലാക്കി, സകലരെയും അവൻ്റെ തിന്മയുടെ, പിശാചിൻ്റെ ബന്ധനത്തിൽ, പാതാളത്തിൽ ബന്ധനത്തിലാക്കി. കർത്താവായ യേശു ക്രിസ്തു ആ ബന്ധനങ്ങളിലായിരിക്കുന്നവരോട് പോലും സുവിശേഷം പ്രസംഗിക്കാൻ പാതാളങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വചനം പറയുന്നുണ്ട്. പ്രിയമുള്ളവർ, സകലരെയും ബന്ധനത്തിലാക്കി എല്ലാവരും മരണമെന്ന മൃത്യുപാശത്തിൻ്റെ അധികാരത്തിൽ വന്നു നിൽക്കുകയാണ്. ഒരുവനും രക്ഷപ്പെടാൻ കഴിയാത്ത അവസ്ഥയിൽ, ഒരുവനും മുന്നോട്ട് പോകാൻ കഴിയാത്ത അവസ്ഥയിൽ, നിത്യരാജ്യത്തിലേക്ക്, ദൈവരാജ്യത്തിലേക്ക് പോകാൻ കഴിയാത്ത ഒരു ബന്ധനത്തിൽ മിക്കവരും കഴിയുന്ന ഒരു കാലഘട്ടത്തിൽ, അവിടെയാണ് യേശുവിൻ്റെ കടന്നുവരവും യേശുവിൻ്റെ ക്രൂശുമരണവും. അതിന് ക്രൂശുമരണത്തെ ഇടയാക്കിയത് ആരാണെന്നാണ് പത്രോസ് പറയുന്നത്, നിങ്ങൾ അവനെ ക്രൂശിൽ തറച്ചു. എന്നാൽ അവനെ മൃത്യുപാശങ്ങൾക്ക് അധീനപ്പെടുത്താൻ, എന്നാൽ ദൈവം അവനെ മരണത്തിൻ്റെ യാതനകളിൽ നിന്നും വിമുക്തനാക്കി, കാരണം അവൻ അതിൻ്റെ പിടിയിലായിരിക്കുക അസാധ്യമായിരുന്നു. മരണം അവനെ പിടിച്ചു നിർത്താൻ അവന് സാധിച്ചില്ല. മരണത്തിന് അവനെ തകർക്കാൻ, അവനെ ബന്ധിക്കാൻ, മരണമെന്ന സാത്താൻ്റെ ആ ബന്ധനത്തിന് ക്രിസ്തു യേശുവിനെ ബന്ധിക്കാൻ സാധിച്ചില്ല. കാരണം എന്താ? ഒരു പാപവും ചെയ്യാതിരുന്ന്
ഈ ഭൂമിയിൽ മനുഷ്യനായി ഭൂമിയിൽ 33 വർഷക്കാലം ജീവിച്ചിട്ടും പാപമൊഴികെ സകല കാര്യത്തിലും മനുഷ്യനോട് അവൻ അനുരൂപപ്പെട്ടിട്ടും പാപം അവൻ ചെയ്യാതിരുന്നത് കൊണ്ട്, യാതൊരു പാപവും അവനിൽ ആരോപിക്കാൻ സാധിക്കാതിരിക്കുന്നത് കൊണ്ട് അവനെ ബന്ധനത്തിലാക്കുക അസാധ്യമായിരുന്നു. നമ്മൾ ഒരു ഉദാഹരണം, ഒരു മനസ്സിലാക്കാനുള്ളൊരു ചെറിയൊരു ഉദാഹരണം പറയുക. സ്വാഭാവികമായിട്ടും എല്ലാവരും പാപം ചെയ്ത് ആ പാപത്തിൻ്റെ മേഖല സാത്താൻ കെണിയായെടുത്ത് അവനെ എന്ത് ചെയ്യും? അവനെ ലോക്ക് ചെയ്യും. അവൻ്റെ കാലുകളെ, അവൻ്റെ കൈകളെ ചങ്ങലകളിൽ അല്ലെങ്കിൽ പാതാളത്തിൽ, നിത്യബന്ധനത്തിൽ, ഇങ്ങനെയുള്ള ആ ബന്ധനം, സാത്താനുമായി ബന്ധപ്പെട്ട ആ ബന്ധനത്തിൻ്റെ കീഴിൽ പിശാചിൻ്റെ അധീനത്തിലായിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്നാൽ പാപമൊന്നും ചെയ്യാത്ത ഒരു വ്യക്തി, ഒരു പാപവും ജഡത്തിലോ ഇവിടെ ആയിരുന്നപ്പോഴോ ചെയ്യാതിരുന്ന ഒരുവൻ മരണപ്പെട്ട്, ആത്മാക്കൾ ബന്ധനത്തിൽ ആയിരിക്കുമ്പോൾ യേശു മരണപ്പെട്ട് പാതാളങ്ങളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പം ഇവൻ എന്തായുധം വെച്ച് യേശുവിനെ ബന്ധിക്കാൻ സാധിക്കും? കാരണം യേശുവിൻ്റെ മേൽ ആരോപിക്കാൻ പാപങ്ങളില്ല, അവൻ്റെ മേൽ ആരോപിക്കാൻ യാതൊരുവിധ പാപമോ ഇല്ല. യേശു തന്നെ യോഹന്നാന്റെ സുവിശേഷത്തിൽ പറയുന്നുണ്ട്, നിങ്ങൾക്ക് ആർക്ക് എന്നിൽ പാപം കണ്ടെത്താൻ കഴിയും? ഒരാൾക്ക് പോലും കഴിയത്തില്ലെന്ന് യേശുവിനെ നന്നായിട്ട് അറിയാം. കാരണം അവൻ പാപമൊന്നും ചെയ്യാത്തവൻ, ഒരു പാപവും ചെയ്യാതെ ഈ ഭൂമിയിൽ നമുക്ക് മാതൃകയായി, നമുക്ക് നിത്യരക്ഷയായി, നിത്യജീവനിലേക്ക് നമ്മളെ എത്തിക്കുവാൻ യേശു ചെയ്ത വൻ പ്രവൃത്തി. സങ്കീർത്തന പുസ്തകം അതിൻ്റെ 24-ാം അധ്യായമാണ് ഈ ഒരു സന്ദർഭത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു സങ്കീർത്തനം. പത്രോസ് ആരുടെ മുൻപിൽ ഈ പ്രസംഗം നടത്തുന്നുവോ, ആ പ്രസംഗം നടക്കുന്ന അല്ലെങ്കിൽ ആ പ്രസംഗം കേൾക്കുന്ന വ്യക്തികൾ യേശുവിനെ ഭൗതിക കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ആശ്രയിക്കുകയും യേശുവിനെ ഓശാന പാടുകയും യേശുവിനെ ജയ് വിളിക്കുകയും ആർപ്പ് വിളിക്കുകയും സൈത്യൻ കൊമ്പുകൾ കൊണ്ട് ഇവനാണ് ഇസ്രായേലിൻ്റെ രാജാവ് എന്നൊക്കെ പറഞ്ഞ് ശക്തമായി ജയ് വിളിക്കുകയും ചെയ്ത ആ ജനത്തോടാണ് യേശു പറയുന്നത്, നിങ്ങൾ അവനെ ക്രൂശിൽ തറച്ചു, എന്നാൽ മരണത്തിന് അവനെ തൊടാൻ സാധിച്ചില്ല. മരണമേ നിന്റെ ദംശനം എവിടെ? മരണമേ നിന്റെ കാരമുള്ള എവിടെ എന്ന് ചോദിക്കുന്ന പൗലോസ് അപ്പോസ്തലന്റെ ആ പ്രധാനപ്പെട്ട ഉദ്ധരണിയുടെ, പഴയ നിയമത്തിൻ്റെ ആ എഴുത്തുദ്ധരണി എടുത്ത് പൗലോസ് പറയുന്ന ആ വാക്ക് വളരെ വ്യക്തമായിട്ട് തന്നെ നമ്മൾ കാണുന്നത്. ഇവിടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, നമ്മൾ പലപ്പോഴും നമ്മുടെ വിശ്വാസത്തിൽ ഓശാന ഞായറാഴ്ച നമ്മൾ ഓശാന പാടും. സൈത്യൻ കൊമ്പുകൾ നമ്മുടെ കയ്യിലില്ലെങ്കിലും നമ്മൾ കുരുത്തോലകളൊക്കെ എടുത്തിട്ട് ഓശാന പാടി നമ്മൾ എതിരേൽക്കും യേശുവിനെ. ഇങ്ങനെ ഓശാന പാടി ദേവാലയത്തിലേക്ക്, സാധാരണ ഞങ്ങളുടെ ഇവിടേക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ മഠത്തിലുള്ള ചാപ്പലിലാണ് അതിനു മുമ്പുള്ള ശുശ്രൂഷ. അതിനുശേഷം അവിടെ നിന്ന് പ്രദക്ഷിണമായി ഓശാന പാടി എല്ലാവരും കുരുത്തോലകളുമായിട്ട് ഓശാന പാടി സ്വന്തം ദേവാലയങ്ങളിലേക്ക് കടന്നു വരും. ദേവാലയത്തിലേക്ക് വരുമ്പോൾ ദേവാലയം പൂട്ടിയിട്ടിരിക്കുകയായിരിക്കും. അതിൻ്റെ പ്രധാന കവാടം പൂർണ്ണമായി ക്ലോസ്ഡ് ആയിരിക്കും. പുരോഹിതൻ വന്ന് ഒരു കുരിശിൻ്റെ കാലുകൊണ്ട് ഈ ദേവാലയത്തിൻ്റെ വാതിലിൽ ഇടിക്കും. വാതിൽ ഇടിക്കുമ്പോൾ ഒരു വചനം ഇങ്ങനെ ഏറ്റുപറയും, കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? ഇവിടെ സങ്കീർത്തനം അതിൻ്റെ 24-ന്റെ 7-ാം വാക്യം മുതലാണ് പൊതുവെ ഇത് വായിക്കാറുള്ളത്. അപ്പോൾ കപ്പ്യാർ ഒരു പ്രാവശ്യം വായിക്കും, രണ്ടാമത്തെ പ്രാവശ്യം വായിക്കുമ്പോൾ കപ്പ്യാർ ഈ വാതിൽ തുറന്നു കൊടുത്ത് രാജാവ് പ്രവേശിക്കുന്നതിൻ്റെ പ്രതീകമായി പുരോഹിതൻ ആദ്യമായിട്ട് അതിൻ്റെ അകത്തോട്ട് പ്രവേശിക്കുന്ന ഒരു ചടങ്ങുകളൊക്കെ ഒരു പരിധിവരെ മിക്കൽക്കും അറിയാവുന്നൊരു കാര്യമാണ്. ഇവിടെ ഈ വാക്യം എന്താണ് പ്രധാനമായും നമ്മളോട് പറയുന്നത്? കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ. അപ്പോൾ അവിടെ ഒരു മറുപടി കേൾക്കാം. ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. സത്യം പറഞ്ഞാൽ എൻ്റെ ചെറുപ്പകാലത്ത് ഇതെന്താണ് എങ്ങനെയാണെന്നൊന്നും അറിയില്ല. ഈ വചനമൊക്കെ നമ്മൾ കേൾക്കുന്നു. നമ്മൾ സ്വാഭാവികമായിട്ടും ബൈബിൾ വായിക്കാത്ത ഒരാളാണ്. പിന്നെ ബൈബിൾ എക്സ്പ്ലനേഷൻ നമ്മുടെ ദേവാലയങ്ങളിൽ കാര്യമായിട്ട് കിട്ടാത്തത് കൊണ്ടും ഇതെന്താണെന്ന് ആരും വലിയ കാര്യമായിട്ട് പറഞ്ഞു തരാത്തതുകൊണ്ടും കാറ്റീസം ക്ലാസ്സിൽ പിന്നെ വളരെ വ്യക്തമായി നമുക്കിതൊന്നും പറഞ്ഞു തരാത്തത് കൊണ്ടും ഇതിനെക്കുറിച്ച് യാതൊരുവിധ ബോധവും ഇല്ലാത്തൊരു കാലമായിരുന്നു. എന്നാൽ ബൈബിൾ വായിക്കുകയും പിന്നീട് പലതും പരിശോധിക്കുകയും പല ബുക്കുകൾ വായിക്കുകയും ഒക്കെ ചെയ്തതിൻ്റെ പശ്ചാത്തലത്തിൽ പിന്നീട് ദൈവാത്മാവ് വളരെ വ്യക്തമായി ബോധ്യം തരുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം, ഇവിടെ എനിക്ക് തോന്നുന്നൊരു വിഷയം, ഞാൻ പല ബുക്കുകളിൽ വായിച്ചിരിക്കുന്ന ഒരു കാര്യമാണ്. അതായത് സാത്താൻ നിത്യബന്ധനത്തിൽ എല്ലാവരെയും കൊണ്ടുപോയി നിർത്തുമ്പോൾ, അല്ലെങ്കിൽ ആ ബന്ധനത്തിലേക്ക് ആത്മാവിനെ കൊണ്ടുപോയി ബന്ധിക്കുമ്പോൾ പാപം കണക്കിലെടുത്തുകൊണ്ട് നിയമം സാധുതയായി, റോമാലേഖനത്തിൽ പറഞ്ഞതുപോലെ നിയമമില്ലാതിരിക്കുമ്പോൾ പാപത്തിന് അതിന് ഫലമില്ലായിരുന്നു, അല്ലെങ്കിൽ പാപത്തിന് അതിന് ശക്തിയില്ലായിരുന്നു. എന്നാൽ നിയമം വന്നപ്പോൾ പാപം കൂടുതൽ ഘനമായി, കൂടുതൽ ഘനമുള്ളതായി. അപ്പോൾ പിശാചിന് ആ നിയമം വെച്ചിട്ട് ആ പാപത്തെ മുതലെടുക്കാൻ സാധിക്കുന്ന രീതിയിലേക്ക് വന്ന് ആത്മാവിനെ ബന്ധനത്തിലാക്കുന്ന അവസ്ഥയിലേക്ക് കടന്നു. അവിടെയാണ് യേശു കർത്താവ് ഇതാ പാതാളങ്ങളിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ പാതാളങ്ങളിലേക്ക് കടന്നു വരുമ്പം അവിടെ കേൾക്കുന്ന ഒരു ശബ്ദമാണ്, കവാടങ്ങളെ ശിരസ്സുയർത്തുവിൻ, പുരാതന കവാടങ്ങളെ ഉയർന്നു നിൽക്കുവിൻ, മഹത്വത്തിൻ്റെ രാജാവ് പ്രവേശിക്കട്ടെ.
അപ്പോൾ ഇവിടെ അവിടെ നിന്ന അധികാരികളും അല്ലെങ്കിൽ മേലാളന്മാരായിട്ട് ഇപ്പോൾ എല്ലാം ഓക്കെയാണ് എന്ന് പ്രതീക്ഷിച്ചിരുന്ന ആളുകൾ, പിശാചിൻ്റെ ദൂതഗണങ്ങളും മറ്റുള്ളവരെല്ലാവരും ചോദിക്കുന്നൊരു ചോദ്യമാണ്, ആരാണ് ഈ മഹത്വത്തിൻ്റെ രാജാവ്? അല്ല, ഇവിടെ ആരാണ് രാജാവ്? ഇത് ഏത് രാജാവാണ് ഈ എഴുന്നള്ളി വരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവിടെ പറയുന്നൊരു കാര്യമാണ്, കർത്താവ്, സൈന്യങ്ങളുടെ കർത്താവ് തന്നെ അവിടുന്നാണ് മഹത്വത്തിൻ്റെ രാജാവ്. സൈന്യങ്ങളുടെ കർത്താവായ യഹോവ ഇതാ എഴുന്നള്ളുകയാണ്. യേശു കർത്താവ് താഴെ ചെല്ലുമ്പം, അവിടെ വന്നു കഴിയുമ്പം അവനെ ബന്ധിക്കാൻ യാതൊരുവിധ ചങ്ങലയുമില്ല. കാരണം അവൻ പാപമില്ല. അവന് മരണത്തെ കീഴ്പ്പെടുത്താൻ സാധിക്കത്തില്ല. മരണമെന്ന ആ ഒരു യാഥാർത്ഥ്യത്തിനെ അവനെ കീഴ്പ്പെടുത്താൻ സാധിക്കുന്നില്ല. മരണം അവിടെ പരാജയപ്പെടുന്നു യേശുവിൻ്റെ മുൻപിൽ. അതാണ് മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റവനാണ് നമ്മുടെ ക്രിസ്തു. ഇവിടെയാണ് പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ വ്യക്തമായിട്ട് പറയുന്നത്, ദൈവത്തിൻ്റെ സുനിശ്ചിതമായ പദ്ധതിയും പൂർവ്വജ്ഞാനവും അനുസരിച്ച് ഏൽപ്പിക്കപ്പെട്ട ഇവനെ നിങ്ങൾ നിയമരഹിതരുടെ കൈകളിൽ ക്രൂശിച്ചു തറച്ചു കൊന്നു. എന്നാൽ ദൈവം അവനെ മരണത്തിൻ്റെ യാതനകളിൽ നിന്നും വിമുക്തനാക്കി ഉയർപ്പിച്ചു. കാരണം അവൻ അതിൻ്റെ പിടിയിലായിരിക്കുക അസാധ്യമായിരുന്നു. മരണത്തിന് അവനെ പിടിച്ചു വയ്ക്കാൻ പറ്റിയില്ല. മരണത്തിന് അവനെ സ്വതന്ത്രനാക്കേണ്ടി വന്നു. വേറെ വഴിയില്ലായിരുന്നു. യേശു പാതാളങ്ങളിൽ ചെന്നപ്പം അവിടെ സുവിശേഷം പറഞ്ഞു, അവിടെ ക്രിസ്തുവിൻ്റെ വചനം പറഞ്ഞു, യേശുവിൻ്റെ പ്രബോധനങ്ങൾ വ്യക്തമായി അവിടെ കൊടുത്തു. അതിനുശേഷം നമ്മൾ എഫേസ്യ ലേഖനത്തിൽ വ്യക്തമായിട്ട് കാണുന്നുണ്ട്, അവൻ പാതാളങ്ങളിൽ നിന്നും ഉന്നതങ്ങളിലേക്ക് സംഭവിക്കപ്പെട്ടപ്പോൾ അനേക തടവുകാരെ കൂട്ടിക്കൊണ്ടുപോയി. ഇത് കൃത്യമായിട്ട് 78-ാം സങ്കീർത്തനത്തിലും കാണുന്നുണ്ട്. ഇതേ കാര്യം എവിടെ എന്ത് സംഭവിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് പഴയ പ്രവാചകന്മാർക്ക് വ്യക്തമായി വെളിപ്പെടുത്തിയ ഒരു ദൈവത്തെയാണ് നമ്മൾ കാണുന്നത്. ദൈവത്തിൻ്റെ വൻ സ്നേഹത്തെ തൻ്റെ പ്രവാചകന്മാരായ യെശയ്യാക്ക്, എസെക്കിയേലിന്, ദാവീദിന്, മോശയ്ക്ക് ഒക്കെ ക്രിസ്തു തൻ്റെ രക്ഷയുടെ സുവിശേഷത്തെക്കുറിച്ച് പറയുകയും അതുമാത്രമല്ല അതിൻ്റെ വ്യക്തത കൊടുക്കുകയും പ്രത്യാശ കൊടുക്കുകയും എങ്ങനെ സംഭവിക്കുമെന്ന് അവർക്ക് പലതും വെളിപ്പെടുത്തി കൊടുത്ത് അതിൻ്റെ ലിമിറ്റഡ് റെവലേഷൻസ് കൊടുത്ത് ആ റെവലേഷനിൽ അവർ പ്രവചനങ്ങൾ പറഞ്ഞ് ആ പ്രവചനങ്ങൾ പഴയ നിയമത്തിൽ മുഴുവൻ എഴുതി വെച്ച് ആ പ്രവചനങ്ങളെ മുഴുവൻ അരച്ച് കലക്കി പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്ത പൗലോസിന് പോലും ക്രിസ്തുവിനെ കണ്ടെത്താൻ സാധിച്ചില്ല, ക്രിസ്തുവിനെ അറിയാൻ സാധിച്ചില്ല എന്ന് പറയുമ്പം പൗലോസിന് മാത്രമല്ല പല നിയമജ്ഞർക്കും ഫരിസേയർക്കും പുരോഹിത പ്രമുഖന്മാർക്കും അന്ന് എല്ലാം അറിവുള്ള എല്ലാ പഠനവുമുള്ള ശ്രേഷ്ഠരെന്ന് എല്ലാവരും ചിന്തിക്കുന്ന പലർക്കും യേശുവിനെ മിശിഹായായി സ്വീകരിക്കാൻ സാധിച്ചില്ല. പക്ഷേ വെറും സാധാരണക്കാരിൽ സാധാരണക്കാരനായ, ആരും വകവയ്ക്കാത്ത മീൻപിടുത്തക്കാരനായ പത്രോസിനും യാക്കോബിനും യോഹന്നാനും എന്ന് വേണ്ട വളരെ തുച്ഛമായി മാത്രം ജീവിക്കുന്ന രീതിയിലുള്ള ഒരു വിലയുമില്ലാത്ത ഏതെങ്കിലും ഗോത്രത്തിൽപ്പെട്ടവർക്കും ഏതെങ്കിലും ചെറിയ സമൂഹത്തിൽപ്പെട്ടവർക്കും ഇനി ഒരു ചുങ്കക്കാരനായ ലേവിക്കും പോലും ദൈവം അവനാണ് മിശിഹ എന്ന് വെളിപ്പെടുത്തി. അവനിൽ വരാവുന്ന എല്ലാ കാര്യങ്ങളെക്കുറിച്ചും ദൈവം വെളിപ്പെടുത്തി. കർത്താവായ യേശുക്രിസ്തു വ്യക്തമായി വെളിപ്പെടുത്തി. ഇവിടെ പത്രോസ് തൻ്റെ പ്രസംഗത്തിൽ പറയുകയാണ്, അവൻ അത്ഭുതങ്ങളാലും അടയാളങ്ങളാലും ഇസ്രായേലിനെ കേൾക്കുവിൻ, ദൈവം നിങ്ങൾക്ക് അവനെ വ്യക്തതയോടെ വെളിപ്പെടുത്തി അവനെ നിങ്ങൾക്ക് സാക്ഷ്യപ്പെടുത്തി തന്നു. എന്നാൽ നിങ്ങൾ എന്ത് ചെയ്തു? അവനെ ക്രൂശിച്ചു. അവനെ ക്രൂശിക്കുക എന്ന് ആർപ്പ് വിളിച്ചു. അവനെ നിയമനിഷേധികളുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു. നിയമമില്ലാത്തവനായ റോമൻ കരങ്ങളിൽ അവനെ ഏൽപ്പിച്ചു കൊടുത്തു. അവനെ നിങ്ങൾ ക്രൂശിൽ തറച്ചു. നിങ്ങളുടെ പാപം വലുത് എന്നുള്ളതാണ് പത്രോസ് ഇവിടെ വ്യക്തമായി പ്രസംഗിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ പ്രസംഗം കേട്ട് കുത്തുകൊണ്ടവരാണ് അവിടെ ഉണ്ടായിരുന്ന ജനങ്ങളെന്ന് അടുത്ത വാക്യങ്ങളിലൂടെ നമുക്ക് കാണാൻ സാധിക്കും. അതിലേക്ക് നമുക്ക് അടുത്ത വീഡിയോയിൽ കടന്നു പോകാം. ഒറ്റ കാര്യം മാത്രം ചിന്തിക്കുക, ഞാൻ ഈ ഭൂമിയിലെ നിമിഷ നേരത്തേക്ക് നശിച്ചു പോകുന്ന വെറും നശ്വരമായ ജോലിക്കോ വിവാഹത്തിനോ സമ്പത്തിനോ വേണ്ടിയിട്ടാണോ ഞാൻ ക്രിസ്തുവിനെ ആശ്രയിക്കുന്നത്? IELTS കിട്ടാൻ, OET കിട്ടാൻ, ഭൗതികമായ നേട്ടങ്ങൾക്ക്, സമ്പത്തും നമ്മുടെ സമാധാനം, ഇങ്ങനെയുള്ള ഭൗതികമായ നേട്ടത്തിന് മാത്രമാണോ ഞാൻ ക്രിസ്തുവിനെ ഉപയോഗിക്കുന്നത്, ക്രിസ്തുവിനെ കാണുന്നത്, ക്രിസ്തുവിനെ ആശ്രയിക്കുന്നത് എന്ന് നമ്മൾ സ്വയം പരിശോധിക്കുക. അങ്ങനെയാണെങ്കിൽ അപ്പോസ്തലനായ പൗലോസ് പറഞ്ഞതുപോലെ നമ്മൾ മറ്റെല്ലാവരേക്കാളും ഭോഷന്മാരാണ്. അതായത് യേശുവിനെ അറിയാത്ത വിജാതീയരേക്കാൾ ഭോഷന്മാരാണ് നമ്മൾ. മറ്റെല്ലാവരേക്കാളും ഭോഷന്മാരായി ഒരുപക്ഷെ നമ്മൾ മാറിപ്പോയേക്കാം. അതുകൊണ്ട് യേശുവിനെ രക്ഷകനും നാഥനും രാജാവുമായി സ്വീകരിക്കുമ്പോൾ അവൻ്റെ നിത്യരക്ഷ, നിത്യജീവൻ നമ്മിലേക്ക് കടന്നു വരും. ആ നിത്യജീവന് വേണ്ടി പ്രയത്നിക്കുന്ന ഒരു വലിയ ജീവിതമായി നമ്മൾ മുന്നോട്ട് പോകാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഏകസത്യദൈവമായ യേശു ക്രിസ്തുവിൽ മാത്രം ആശ്രയിച്ച് ക്രിസ്റ്റോസെൻട്രിക്കായ ഒരു ആരാധനയുടെ സമൂഹമായി മുന്നോട്ട് പോകുവാൻ പത്രോസ് തൊട്ട് മുൻപ് നമ്മൾ കണ്ടതുപോലെ ആത്മാവിലും സത്യത്തിലും പരിശുദ്ധാത്മാവ് അവരുടെ മേൽ വന്നു കഴിഞ്ഞപ്പോൾ ശക്തമായി അവർ ആരാധിച്ചു. അവർ ദൈവത്തെ ആരാധിച്ചു. അന്ന് വരെ ഉണ്ടായിരുന്ന ആചാരങ്ങളെ, അനുഷ്ഠാനങ്ങളെ, ചടങ്ങുകളെ അവർ ഉപേക്ഷിച്ചു. ദേവാലയത്തിൽ പോയി ബലിയർപ്പിക്കുന്ന കാര്യങ്ങളിലല്ല അവർ ശ്രദ്ധ വെച്ചത്. അങ്ങനെയുള്ള കാര്യങ്ങൾ
വാക്കുകളിലല്ല, പകരം ഹൃദയം നുറുങ്ങി അവർ ദൈവത്തെ ആരാധിച്ചപ്പോൾ, ദൈവത്തെ മഹത്വപ്പെടുത്തിയപ്പോൾ, പരിശുദ്ധാത്മാവിൽ ആത്മാവിൽ ദൈവത്തെ സ്തുതിച്ചപ്പോൾ അവരെ അവഹേളിച്ചവരായിരുന്നു അവരുടെ ചുറ്റുമുള്ളവർ. ഇന്നും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കരുത്, ആത്മാവിലും സത്യത്തിലുള്ള ഒരു ആരാധന നീ തുടങ്ങിയാൽ, ദൈവവചനം നീ വായിച്ചു തുടങ്ങിയാൽ, വചനത്തിൽ നീ കൂടുതൽ കേന്ദ്രീകൃതമായാൽ, ക്രിസ്തു മാത്രം മതി എന്നൊരു വിശ്വാസത്തിലേക്ക് നീ കടന്നു വന്നാൽ, ക്രിസ്തു കേന്ദ്രീകൃതമായ ഒരു വിശ്വാസത്തിലേക്ക് നീ ശക്തിപ്പെട്ടാൽ, നമ്മുടെ ചുറ്റുമുള്ളവർ നമുക്കെതിരാകും, നമ്മുടെ ചുറ്റുമുള്ള സമൂഹം സകലരും നമുക്കെതിരാകും. പക്ഷേ യേശു നമ്മുടെ കൂടെ ഉണ്ടാകുമെന്നൊരു ഉറപ്പുണ്ട്, ഒരു വിശ്വാസമുണ്ട്. അതിനുവേണ്ടി ദൈവം നമ്മെ ഒരുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ഗോഡ് ബ്ലസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ.